ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അല്ലേ? അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. നമ്മുടെ കയ്യിൽ ദൈവം തന്നിരിക്കുന്ന തീരുമാനമാണ് ആർക്ക് മഹത്വം കൊടുക്കണമെന്ന്. അത് ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല, പക്ഷെ അത് ദൈവം ഓരോരുത്തർക്കും തന്നിരിക്കുന്ന തീരുമാനമാണ്. ആമേൻ. ഇന്ന് വചനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പാകെ നാം അല്പസമയം എടുത്ത് പാസ്റ്റർ ടിബിയുടെ കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ കുടുംബം അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയി. അദ്ദേഹത്തിൻ്റെ പ്രിയ സഹോദരൻ ദുബായിൽ പാസ്റ്ററായിട്ട് ശുശ്രൂഷിക്കുകയായിരുന്ന പാസ്റ്റർ ടോണി ചാക്കോ ജോസഫ് ദൈവഭവനത്തോട് ചേർക്കപ്പെട്ടിരിക്കുന്നു. ആ കുടുംബത്തെ ഓർത്ത്, അദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 മക്കളുമുണ്ട്. ആ കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. അതിനുശേഷം നമ്മൾ വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഈ സമയം ഞങ്ങളുടെ പാസ്റ്ററിനും കുടുംബത്തിനുമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വളരെ പ്രയാസകരമായിരിക്കുന്ന ഒരു സമയത്തിലൂടെ അവർ കടന്നു പോകുന്നല്ലോ. കർത്താവേ, പ്രിയ ടോണി ചാൻ്റെ ജീവിതത്തിനായിട്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, അദ്ദേഹത്തിന് അങ്ങ് നൽകിയ ദിവസങ്ങൾക്കായിട്ട് ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ, അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ അങ്ങ് കൊടുത്ത കൃപയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങ് കർത്താവെ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ അനേക വ്യക്തികളിലേക്ക്, അനേക രാജ്യങ്ങളിലേക്ക്, അനേക മിഷൻസ് ദൗത്യങ്ങളിലേക്കെല്ലാം ഒരു വലിയ വ്യത്യാസമുണ്ടാക്കുവാനായിട്ട്, അനുഗ്രഹമാകുവാനായിട്ട് എല്ലാം കർത്താവ് സഹായിച്ചതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾ അദ്ദേഹത്തെ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തി ഞങ്ങൾ വിളിക്കുന്നു. കർത്താവെ, തിരുവചനം പറയുന്നത് അങ്ങയുടെ ഭക്തന്മാരുടെ മരണം അങ്ങയുടെ സന്നിധിയിൽ ഏറ്റവും വിലയേറിയത് എന്ന് തിരുവചനം പറയുന്നല്ലോ. കർത്താവെ, ഹല്ലേലൂയ. കർത്താവെ, അദ്ദേഹം ഞങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്ന മാതൃകയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ദൈവികമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാവിധമായിട്ടുള്ള രീതികളെയും ദൈവരാജ്യത്തിന് അതൊരു അനുഗ്രഹമാകട്ടെ, മാതൃക ആകട്ടെ എന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുടുംബത്തിലെ ഓരോരുത്തരെയും, പ്രിയ മാതാവിനെയും സഹോദരങ്ങളെയും ഭാര്യയും കുഞ്ഞുങ്ങളെയും എല്ലാം തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് മാനുഷികമായിട്ടുള്ള വാക്കുകൾക്ക് ഒരുപാട് പരിധികളുമുള്ള സമയമാണല്ലോ കർത്താവേ. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ആഴങ്ങളെ അന്വേഷിപ്പാനും ആഴത്തിൽ നിന്ന് സൗഖ്യമാക്കുവാനും കഴിയുമെന്ന് ഞങ്ങൾ അനുഭവിച്ച് രുചിച്ചറിഞ്ഞവരാണല്ലോ കർത്താവേ. ഇന്ന് ഞങ്ങളത് ആ പ്രിയ കുടുംബത്തിന്മേൽ ഞങ്ങളത് ചോദിക്കുന്നു. അങ്ങ് ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മൃതശരീരം ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അടക്കത്തിൻ്റെതായിട്ടുള്ള സമയങ്ങളിലെല്ലാം കർത്താവിൻ്റെ കരം കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് ഞങ്ങൾ ചോദിക്കുന്നു. എല്ലാം ദൈവത്തിൻ്റെ കൃപയിലും കർത്താവിൻ്റെതായിട്ടുള്ള സാന്നിധ്യത്തിലും ഏറ്റവും ഉചിതമാവണ്ണം നടക്കുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ കൃപ വ്യാപരിക്കണമേ എന്ന് ഞങ്ങൾ ചോദിക്കുന്നു. ഞങ്ങളെല്ലാം തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. തീർച്ചയായും നിങ്ങൾ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. അവരെ പരിശുദ്ധാത്മാവ് സമാധാനിപ്പിക്കുവാനായിട്ട് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്ന് തിരുവചനത്തിൽ നിന്ന് അല്പം ചിന്തകൾ പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ചകളായിട്ട് ദൈവത്തിൻ്റെ വിളിയെക്കുറിച്ച് ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നു, ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരുന്നു. അതിനെക്കുറിച്ചുള്ള ചിന്തകളെല്ലാം ഞാൻ പങ്കുവെച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇന്ന് അതേ ഭാഗത്തിൻ്റെ തന്നെ ചില വ്യത്യസ്തമായുള്ള ചിന്തകൾ ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാകുന്നു. 1 ശമൂവേലിൻ്റെതായിട്ടുള്ള പുസ്തകത്തിൽ നമുക്ക് ശ്രദ്ധിക്കാം. 1 ശമൂവേൽ 1-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നാം നോക്കുമ്പോൾ അവിടെ കാണുന്നത്, നിങ്ങൾക്ക് ഒരുപക്ഷെ ആ കഥയുടെ പശ്ചാത്തലം അറിയില്ലെങ്കിൽ ഐ ജസ്റ്റ് വാണ്ട് ടു എൻകറേജ്, നിങ്ങൾ പോയി ആ വേദഭാഗം വായിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പറയാനായിട്ട് സാഹചര്യമില്ല. എന്നാൽ ഇന്ന് പ്രധാനമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത്, ഈ ദൈവത്തിൻ്റെ വിളിയിൽ മുന്നേറുക എന്ന് പറയുന്നത് നാം ഒറ്റയ്ക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് തിരുവചനം പറയുന്നില്ല.
ചില തീരുമാനങ്ങൾ നമുക്ക് എടുക്കുവാൻ കഴിയും. എന്നാൽ ദൈവത്തിൻ്റെതായിട്ടുള്ള പദ്ധതി, ദൈവത്തിൻ്റെതായിട്ടുള്ള ജ്ഞാനം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ വിളി നാം ദൈവത്തോടൊപ്പം തന്നെ നടന്ന് നാം അതിൽ മുന്നേറണമെന്നാണ്. രണ്ട് ഭാഗങ്ങളാണ് ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ദൈവത്തിൻ്റെ വിളി നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ ചെയ്യാനായിട്ടല്ല ദൈവം ആഗ്രഹിക്കുന്നത്, എന്നാൽ ദൈവത്തോടൊപ്പം നടന്ന് തന്നെ നാം മുന്നേറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. രണ്ടാമതായിട്ട്, നാം നമ്മുടെ ദൈവികമായിട്ടുള്ള വിളിയിൽ നാം മുന്നേറുമ്പോൾ നമുക്ക് സഹായം ആവശ്യമാണ്. അതിനുവേണ്ടി ദൈവം വ്യക്തികളെ ക്രമീകരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്കത് മനസ്സിലാകുന്നത്? വളരെ വ്യക്തമായിട്ട് എഫെസ്യ ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 11ഉം 12ഉം വാക്യങ്ങൾ പറയുന്നത് 5 വിധ ശുശ്രൂഷകളെ കുറിച്ചാണ് പറയുന്നത്. ഈ 5 വിധ ശുശ്രൂഷ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളല്ല. 5 വിധ ശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നിയമനമാണ്. ചിലരെ അപ്പോസ്തലന്മാരായും, ചിലരെ ഉപദേശകരായും, ചിലരെ ഇടയന്മാരായും, പ്രവാചകന്മാരുമൊക്കെ ദൈവം നിയമിച്ചിരിക്കുന്നു എന്നാ പറയുന്നത്. അയ്യോ, ദൈവം എനിക്കെല്ലാം പറഞ്ഞു തരില്ല, പിന്നെ എന്തിനാ ഇവര്? അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. ദൈവത്തിനെല്ലാം പറഞ്ഞു തരാൻ കഴിയുമെങ്കിലും ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ദൈവത്തിന് മനസ്സിലായി കുറച്ച് മനുഷ്യർക്ക് ഈ പറഞ്ഞ ഓഫീസുകളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അതൊരു നല്ല ശുശ്രൂഷയായിരിക്കും ദൈവത്തിന് മനസ്സിലായി. അതുകൊണ്ട് നാം സഹായം എടുക്കുന്നതിൽ പുറകോട്ട് പോകുന്നവരാണെങ്കിൽ ദൈവം ക്രമീകരിച്ചിരിക്കുന്ന നന്മകളും അനുഗ്രഹങ്ങളും വ്യക്തികളിലൂടെ ലഭിക്കേണ്ടത് നമുക്ക് നഷ്ടമാകും. ഹല്ലേലൂയ. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട സന്ദേശം ഇതാകുന്നു: ദൈവമാണ് എബിനേസർ, ദ സ്റ്റോൺ ഓഫ് ഹെൽപ്പ്. എൻ്റെ സഹായത്തിൻ്റെ പാറ ഈ ദൈവം മാത്രമാണ്. എനിക്ക് ആശ്രയിക്കുവാൻ കഴിയുന്നതായിട്ടുള്ള ഏക സഹായം എന്ന് പറയുന്നത് ദൈവം മാത്രമാണ്. എന്നാൽ ഈ ദൈവം തന്നെ വ്യക്തികളെ നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട് നമ്മുടെ ഈ യാത്രയിൽ സ്നേഹിക്കപ്പെടുവാനായിട്ട്. ആരെങ്കിലും നിങ്ങളെ ഒന്ന് സഹായിച്ചു കഴിയുമ്പോഴത്തേക്കും എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? പറഞ്ഞാട്ടെ. നന്ദി തോന്നുന്നു. ആ നന്ദി തോന്നുന്നതിന് മുമ്പ് എന്താ തോന്നുന്നത്? ഒരാൾ നമ്മളെ സഹായിച്ചു കഴിയുമ്പോഴത്തേക്കും ചോദിക്കുക, എന്നാലും ഇയാൾ എന്താ ഇങ്ങനെ ചെയ്തത്? ചിന്തിക്കത്തില്ല. വി ഫീൽ സോ ലവ്ഡ്, അല്ലേ? ഒരാൾ എന്നെ സ്നേഹിക്കുന്നു. അതും നമുക്കറിയാം, വ്യത്യസ്തമായിട്ടുള്ള ലവ് ലാംഗ്വേജുകളെ കുറിച്ചൊക്കെ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഗാരി ചാപ്മാൻ്റെ റിസർച്ച് എന്നുള്ളത്. ചിലർക്ക് ആലിംഗനം ചെയ്യുന്ന ടച്ച് സ്പീക്സ് മോർ ഫോർ ദം. ചിലർക്കാണെങ്കിൽ വാക്കുകൾ അയ്യോ ഒരു അനുഗ്രഹമാകട്ടോ എന്ന് പറയുമ്പോഴത്തേക്കും ആ വാക്ക് ഇങ്ങനെ വലുതായി ചിലർക്ക്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഭാഷയുണ്ട്. ചിലർക്കാണെങ്കിൽ ഒരു 5 രൂപ വേണ്ട, പോട്ടെ, 1 രൂപയുടെ മുട്ടായി കൊടുത്താൽ മതി, കണ്ണ് നിറയും. അപ്പോൾ അവരുടെ കണ്ണ് നിറയുമ്പോൾ നമ്മൾ ആലോചിക്കുക, ഇത് ഇനി 1 രൂപയുടെ മുട്ടായി തന്നെ അല്ലേ, ഇനി ഞാൻ അറിയാതെ വല്ലോ അതിനകത്ത് വല്ലതും കൂടെ. ഓരോരുത്തർക്കും സ്നേഹം അത് അനുഭവിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. ദൈവം അങ്ങനെ സ്നേഹത്തിൻ്റെ യാത്രയിൽ നാം കർത്തൃമേശയുടെ സമയത്ത് നാം പറയുകയുണ്ടായി, അതായത് നാം വ്യത്യസ്തരാ, പല പശ്ചാത്തലത്തിൽ നിന്ന് വന്നിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളെടുത്ത് നാം എന്ത് കാരണം കൊണ്ടാണ് ഇന്ന് ഈ തിരുവനന്തപുരത്ത് ഇവിടെ ആയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് എല്ലാവർക്കും ഒരു കഥ പറയാനുണ്ട്. ഞാൻ ആലോചിക്കുന്നത് 2006 ഡിസംബർ 8-ാം തീയതിയാണ് ഞാൻ തിരുവനന്തപുരത്ത് വരുന്നത് ആദ്യമായിട്ട്. വന്നൊരു 1-2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും തീരുമാനിച്ചു മാക്സിമം 1 വർഷം. ഇപ്പം ജസ്റ്റ് ആ 1ൻ്റെ കൂടെ ഒരു 8ഉം കൂടെ ചേർന്നുള്ളൂ, 18 വർഷം കഴിഞ്ഞു. എന്താ 1 വർഷം തീരുമാനിക്കാനായിട്ട്? കാരണം ഞാൻ വന്നത് അതിനേക്കാൾ ഒരു ഭയങ്കര ഓപ്പോസിറ്റുള്ള സ്ഥലത്താണ്, കോഴിക്കോട് നിന്നാണ് വന്നത്. ഭയങ്കര ഫുഡിൽ നിന്ന് ഇവിടെ തിരുവനന്തപുരത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന ആ നോർത്തേൺ സാധനങ്ങളൊന്നുമില്ല. തലശ്ശേരി ബിരിയാണി ഇല്ല. അപ്പോഴാണ് എൻ്റെ കർത്താവ് അജ്വ ബിരിയാണി എനിക്ക് വേണ്ടി തുറന്നു തന്നത്. 2008 ആ 2 വർഷം വളരെ പ്രയാസപ്പെട്ടാണ് ഇവിടെ ജീവിച്ചത്. നാം എല്ലാവരും
അന്യോന്യം സഹായിക്കുമ്പോൾ നാം വ്യത്യസ്തരെങ്കിലും നാം പലരെങ്കിലും നാം ഒരേ അപ്പവീഞ്ഞുകളിൽ നാം പങ്കാളികളാകുന്നതിനാൽ നാം ക്രിസ്തുയേശുവിൽ ഏക ശരീരമാകുന്നു, ഒരു കുടുംബമാകുന്നു. ഈ കുടുംബത്തെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താ? യേശു ക്രിസ്തുവിൻ്റെ വരവോളം അന്യോന്യം പ്രോത്സാഹിപ്പിച്ച് എങ്ങനെ നമുക്ക് പറ്റും, പ്രയാസപ്പെടേണ്ട, ഇത് നമുക്ക് സഹിക്കാൻ കഴിയും, നമുക്ക് ജയിക്കുവാൻ കഴിയും, പ്രോത്സാഹിപ്പിച്ചും ബലപ്പെടുത്തിയും താങ്ങിയും. വലിയ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നു, അദ്ദേഹം വീണെന്ന് തോന്നുന്നു, ഞാൻ അങ്ങ് താങ്ങായിട്ട് നിൽക്കുക, അതാ കുടുംബം. ഹല്ലേലൂയ. ഇതെല്ലാം വ്യാപരിക്കുന്നത് ദൈവത്തിൻ്റെ സ്വഭാവത്തെ നാം മനസ്സിലാക്കുന്നതിലൂടെയാണ്. ദൈവം അത് നമുക്ക് അങ്ങനെ സഹായിക്കാൻ ദൈവം കൃപ തരുന്നത്. ശ്രദ്ധിച്ചാട്ടെ, ഞാൻ ചില ചിന്തകൾ പങ്കുവെച്ചിട്ട് I want to talk about the different kinds of support today. 1 ശമൂവേലിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 6 വരെ പഠിക്കും. ഹന്നായ്ക്കോ അവൻ ഹന്നായെ സ്നേഹിക്കുക കൊണ്ട്, എൽക്കനായെ കുറിച്ച് അവിടെ പറയുന്നത്, ഇരട്ടി ഓഹരി കൊടുക്കും, എന്നാൽ യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നു. ഭർത്താവ് ഡബിളായിട്ട് കൊടുക്കുന്നുണ്ട്, പക്ഷെ കർത്താവ് ഒന്നും തരുന്നില്ല എന്നൊരു തോന്നൽ. സാധാരണ ആൾക്കാർക്ക് നേരെ തിരിച്ചാ. എൻ്റെ കർത്താവുണ്ട് മനുഷ്യ, നിങ്ങളൊന്നും എനിക്ക് തരില്ലെങ്കിലും എൻ്റെ കർത്താവുണ്ടെന്നാ പറയുന്ന പലരും. പക്ഷെ ഇവിടെ ഭർത്താവ് ഡബിൾ കൊടുക്കുന്നുണ്ട്, കർത്താവ് ഒന്നും കൊടുക്കുന്നില്ലെന്നാ ചിന്ത. ഇവിടെ വേറെ ആരുമല്ല പ്രശ്നം, ഇവിടെ യഹോവ ഗർഭം അടച്ചിരിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ കാരണമാ, അല്ലെങ്കിൽ പിശാചിനെ ശാസിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഇവിടെ യഹോവ തന്നെ ഈ കാര്യം ചെയ്തിരിക്കുന്നത്. തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക, ചില കാര്യങ്ങൾ നമ്മുടെ നന്മയ്ക്കായ ദൈവത്തിന്റെ കരങ്ങളിൽ എടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് ആരെങ്കിലും ചിന്തിക്കുകയായി ചില കാര്യങ്ങൾ എനിക്ക് തീരുമാനമെടുക്കാൻ പറ്റുന്നില്ലോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, നാം തിരുവചനം നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് തീരുമാനത്തിൻ്റെ സ്വാതന്ത്ര്യമൊന്നും ഇല്ലാത്ത ഒത്തിരി കാര്യങ്ങൾ കർത്താവ് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. ആകാശമൊക്കെ ഇന്നും നല്ല ബ്ലൂ കളറിലൊക്കെ ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം ദൈവം ജീവജാലങ്ങളെ സൃഷ്ടിച്ചു. ദൈവം ഒരുപക്ഷെ മനുഷ്യന്റെ പങ്കാളിത്തമില്ലാതെ ചെയ്ത ഒരുപാട് കാര്യങ്ങൾ, ഇറ്റ് ഈസ് ഐ വുഡ് സേ പെർഫെക്റ്റ്. എന്നാൽ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് ദൈവത്തിന് ആഗ്രഹം നാം ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി ജീവിക്കണമെന്ന. എങ്കിലും ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ നിന്നുകൊണ്ട് ദൈവം ആൽഫായും ഒമേഗായും ഒരേ സമയത്തായിരിക്കുന്നത് കൊണ്ട് ചില തീരുമാനങ്ങൾ ദൈവം അങ്ങ് എടുത്തു വെച്ചിരിക്കുക. ഹല്ലേലൂയ. അതൊരു പക്ഷെ ദൈവം പറയുന്നുണ്ടാകും, അവിടുന്ന് ഞാനിത് അങ്ങ് എടുക്കുവാന്ന് പറഞ്ഞ് ആ തീരുമാനം അതങ്ങ് വെച്ചിരിക്കുകയായിരിക്കും. നമ്മുടെ ജനനം, നാം ഏത് കുടുംബത്തിലാകണം എന്നൊന്നും ദൈവം നമുക്ക് ചോയ്സ് തന്നില്ല. ഇന്ന് പല വ്യക്തികളോടും സംസാരിക്കുമ്പോഴത്തേക്കും മനസ്സിൽ ഞാൻ ജസ്റ്റ് അപ്പുറത്തെ കുടുംബത്തിൽ ജനിച്ചത് എല്ലാം കറക്റ്റ് ആയെന്നാ ചിലർ പറയുന്നു. ഈ ഇടയ്ക്ക് ആൾക്കാർ പറഞ്ഞു, ചോദിച്ചോ മസ്കിന്റെ പിള്ളേരൊക്കെ ആയിട്ട് ജനിച്ചാൽ മതിയായിരുന്നു എന്നാണ് പറയുന്നത്. നമുക്കെന്ത് തോന്നിയാലും പ്രിയപ്പെട്ട തിരുവചനം പറയുന്നത് ദൈവത്തിൻ്റെതായിട്ടുള്ള ജ്ഞാനത്തിന് മേൽ വയ്ക്കുവാനായിട്ട് മറ്റൊരു ജ്ഞാനമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് തീരുമാനങ്ങൾ ദൈവത്തിൻ്റെ കയ്യിലായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന് നമ്മുടെ തോന്നലുകളെ ഇഷ്ടമാ, അല്ലെ? നമുക്ക് കുഞ്ഞുങ്ങളുണ്ട്, നമുക്ക് അവരുടെ തോന്നലുകളും വികാരങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ കഴിവതും സാധിച്ചു കൊടുക്കാനാണ് ഇഷ്ടം, അല്ലേ? പേരൻസിന് എനിക്ക് ഉറപ്പാണ് അത് നമ്മൾ യെസ് പറയുന്നതിനെ കുറിച്ച് ഒത്തിരി ഒന്നും ആലോചിച്ചില്ലെങ്കിലും നോ പറയുന്നതിനെ കുറിച്ച് അതിൻ്റെ റീസൺ വളരെ കറക്റ്റായിട്ട് നമുക്കറിയാം. അതിനകത്ത് എന്തോ ഒരു ഡേഞ്ചർ ഉള്ളത് കൊണ്ടാണ് നോ പറയുന്നത്. നമുക്ക് ചിന്തിച്ചിട്ട് അത് ശരിയാണെന്ന് തോന്നുന്നില്ല, അതുകൊണ്ടാണ് നോ പറയുന്നത്. ദൈവത്തിനും അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവത്തിന് നൽകണമെന്ന് വലിയ ആഗ്രഹമാണ്. ബട്ട് നോട്ട് അറ്റ് ദ കോസ്റ്റ് ഓഫ് ഹിസ് പ്ലാൻ ഫോർ അസ്.
നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ചിന്തകളും നമുക്ക് വേണ്ട ആ ഗിഫ്റ്റ് അതൊക്കെ ദൈവത്തിന് തരാൻ വലിയ ഇഷ്ടമാണ്. പക്ഷേ നമ്മെക്കുറിച്ചുള്ള ദൈവ പദ്ധതിക്ക് അത് തടസ്സമാകുമെങ്കിൽ ദൈവം അത് ചെയ്യുകയില്ല. കാരണം ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ദൈവത്തിന് അറിയാം ഈ പദ്ധതിയാ. ഇന്ന് അവനൊരു പക്ഷേ അത് അറിയത്തില്ല, പക്ഷെ ഈ പദ്ധതിയാ അവൻ്റെ ജീവിതത്തിൽ വലിയ മഹത്വം കൊണ്ടുവരാൻ പോകുന്നത്. ഹല്ലേലൂയ. എന്നാൽ ദൈവം നമുക്ക് ഒരു തീരുമാനം തന്നിട്ടുണ്ട്. കർത്താവ് ഇങ്ങനെ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിനോടുള്ള എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം, എൻ്റെ പ്രതികരണം എന്തായിരിക്കണം? നാം ഇവിടെ കാണാൻ പോവുകയാണ്. ഹന്ന എപ്രകാരമുള്ള ചില തിരഞ്ഞെടുപ്പുകൾ എടുത്തു. നമ്മുടെ ജീവിതത്തിൽ അത് ഇന്ന് ആവശ്യമായിരിക്കുന്ന ഒരു മനോഭാവമാണോ? അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. അപ്പോൾ ഇവിടെ യഹോവ ഗർഭം അടച്ചു എന്ന് മാത്രമല്ല, ചില ദൈവപ്രവൃത്തി നോക്കി നിൽക്കുക ചിലർ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി. അടുത്ത വാക്യം നോക്കിയായിട്ട് 6-ാമത്തെ വാക്യം എഴുതിയിരിക്കുന്നത്, യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിപ്പാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു. അപ്പൊ കർത്താവ് ആഗ്രഹം കൊടുത്തില്ല എന്ന് മാത്രമല്ല, ആ ആഗ്രഹം നടക്കാതിരിക്കുന്നതിനെ വെച്ച് ഡെയിലി നമ്മുടെ ഭാഷ പറഞ്ഞ് വെറുപ്പിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി പറ്റിയ ഒരാളെയും കൂടെ സൈഡിൽ നിർത്തിയിട്ടുണ്ട്. യഹോവ ഗർഭം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പാൻ തപ്പണം വളരെ മുഷിപ്പിച്ചുകൊണ്ടിരുന്നു. ചില ദൈവപ്രവൃത്തി നമ്മെ ഇപ്രകാരമുള്ള പ്രയാസത്തിലൂടെ കടത്തിവിടും. ദൈവം അത് അനുവദിച്ചിരിക്കുന്നെങ്കിൽ നമുക്ക് ഈ കഥ അറിയാം. ഈ കഥയുടെ ക്ലൈമാക്സ് നമുക്കറിയുന്നതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പ്രഘോഷിക്കാൻ എളുപ്പമാ. അതായത് വലിയ ഒരു കാലഘട്ടത്തിൻ്റെ ഉത്തരത്തിന് വേണ്ടിയാണ് ഹന്ന അതിലൂടെ കടന്നുപോയെന്ന് പറയാൻ എളുപ്പമാ. ഞാൻ ഇന്ന് നാം ഓരോരുത്തരുടെയും ജീവിതത്തെ നോക്കി ഞാൻ പറയുക, കർത്താവ് ചില കാര്യങ്ങൾ അനുവദിച്ച് അത് മുഖാന്തരം ഒരു പ്രയാസത്തിലൂടെ ഇന്ന് ആരെങ്കിലും കടന്നു പോകുന്നുവെങ്കിൽ, ഇന്ന് നമ്മുടെ ഹൃദയത്തെ ദൈവമുമ്പാകെ നീതിയായിട്ട് ക്രമീകരിക്കുവാൻ നാം തിരഞ്ഞെടുത്താൽ അത് വലിയ മഹത്വത്തിന് പിന്നീട് കാരണമാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകർ അത് പറയുവാൻ തക്കവണ്ണമുള്ള സാക്ഷ്യമായിട്ട് മാറാനായിട്ട് നാം ചെയ്യേണ്ടത് നമ്മുടെ പക്കലുള്ള ആ തീരുമാനങ്ങൾ ദൈവത്തിന് നിരക്കും വിധം എടുക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ ചോയ്സിനെ കുറിച്ചല്ല, എന്നാൽ എൻ്റെ തിരഞ്ഞെടുപ്പ്. ഇവിടെ തിരുവചനം നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഐ ക്യാൻ ചൂസ് മൈ ആറ്റിറ്റ്യൂഡ്സ്. എനിക്ക് എൻ്റെ പ്രതികരണം, അയ്യോ ഞാൻ അങ്ങനെ ആയിപ്പോയി, അല്ലെങ്കിൽ ഇങ്ങനെ ആയിപ്പോയി, വളരെ ബലഹീനമായിട്ട് ഒരു പക്ഷേ ചില പ്രയാസങ്ങളിലൂടെ അല്ലെങ്കിൽ ചില രീതിയിൽ നാം പ്രവർത്തിച്ചുണ്ടാകാം. എങ്കിലും നമ്മുടെ പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ, മനോഭാവങ്ങൾ, ഇത് നമുക്ക് തിരഞ്ഞെടുക്കുവാനുള്ള അവകാശവും അധികാരവും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറയാമോ, നമ്മുടെ തീരുമാനങ്ങൾ ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞാട്ടെ. അത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന തിരഞ്ഞെടുപ്പാണ്. അപ്പൊ ഈ പ്രതിയോഗി ഇങ്ങനെ ടോണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. പ്രതിയോഗി ഇങ്ങനെ എന്നും വലിയ വിശ്വാസിയൊക്കെ ആണല്ലോ, ഒന്നും നടക്കുന്നില്ലല്ലോ. ബൈബിളിൽ എഴുതിയിട്ടില്ല, എൻ്റെ കമന്ററിയാ. കാരണം നാം പലപ്പോഴും കർത്താവിനെ മാനിച്ച് നാം വിശ്വാസത്തിൽ മുന്നേറുമ്പോൾ, ഞാൻ ഓർക്കുന്നു വിശ്വാസത്തിൽ വന്ന സമയത്ത് ചിലർക്ക് വലിയ സംശയമായിരുന്നു. അയ്യോ, ടെക്നോ പാർക്കിൽ നിന്ന് ശമ്പളമൊക്കെ കിട്ടി നിന്നിരുന്ന സമയത്ത് ശുശ്രൂഷയിലേക്ക് വന്നു, ഇവൻ എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്, വല്ല ആക്സിഡൻ്റ് വല്ലോ, തല വല്ലോ എവിടെ ഇടിച്ചോ, അപ്പം ഓർമ്മ വല്ലതും പോയോ. ഒരു 2-3 വർഷം വരെ ഭയങ്കര സംശയമാണ്. പക്ഷെ യൂട്യൂബിൽ വന്നപ്പോഴത്തേക്കും അപ്പം എന്തോ ഇച്ചിരിയൊക്കെ ആരൊക്കെയോ സബ്സ്ക്രൈബറൊക്കെ ഉണ്ട്. ഇത്രയും പേര് മണ്ടന്മാരാവാൻ ചാൻസ് ഇല്ല. നാം ദൈവത്തിൻ്റെതായുള്ള വഴിയിൽ മുന്നേറുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ക്ലാപ്പ് ചെയ്യുവാനായിട്ട് മറ്റാരും കാണുകയില്ല. എന്നാൽ നാം ദൈവത്തിൻ്റെ വിളിയിൽ നാം മുന്നേറുന്നത് ഈ ദൈവവുമായിട്ടുള്ള എൻ്റെ എൻകൗണ്ടർ മുഖാന്തരമാണ്. ഹല്ലേലൂയ. ഈ ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വിളിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നാം അടിസ്ഥാനപരമായിട്ട് ബന്ധമില്ലെങ്കിൽ എനിക്ക് മുന്നേറാൻ പ്രയാസമാണ്. ഇന്ന് മാനുഷികമായിട്ടുള്ള ജീവിതത്തിലും അത് തന്നെയാണ് പലപ്പോഴും കാണുന്നത്.
വിവാഹ ബന്ധത്തിനൊന്നും സമയമില്ല. കാരണം 18 മണിക്കൂറാണ് രണ്ടുപേരും 2 ഓഫീസിൽ നിൽക്കുന്നത്. പിന്നെ ഓഫീസിനെ അങ്ങ് കല്യാണം കഴിച്ചാൽ പോരെന്ന് ഞങ്ങൾ ചിന്തിക്കുമായിരുന്നു. ബന്ധമില്ലാതെ ദൈവത്തിൻ്റെ വിവാഹത്തിലൂടെയുള്ള പദ്ധതിയിൽ മുന്നേറാൻ കഴിയുകയില്ല. മക്കളുമായിട്ടുള്ള ബന്ധമില്ല എങ്കിൽ നിന്റെ തലമുറകളെ യേശുവിന് വേണ്ടി എഴുന്നേൽപ്പിക്കുന്നതിൽ മുന്നേറാൻ കഴിയുകയില്ല. ഇവിടെയും തിരുവചനം പറയുന്നത്, നാം ദൈവത്തിൻ്റെതായിട്ടുള്ള പദ്ധതിയിൽ നാം മുന്നേറുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള, അയ്യോ ഇവളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹവും നടക്കുന്നില്ല, ഒരു ബ്രേക്ക് ത്രൂ നടക്കുന്നില്ല, എന്തിനാ പോകുന്നത്? ആണ്ടുതോറും പോവുക, വലിയ പെരുന്നാളിന് പോവുകയാ. എന്തിനാ പോകുന്നത്? ഒന്നും നടക്കുന്നില്ലോ, നിന്റെ ദൈവം മരിച്ചിരിക്കുന്നു. പ്രതിയോഗി തകർത്തുകൊണ്ടിരിക്കുക. എന്നാൽ അവൾ എന്ത് ചെയ്തു? 1 ശമൂവേൽ 1:7 പറയുന്നത്, അപ്പൊ ചില പ്രത്യേക സമയങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. സ്ഥിരമായിട്ട് വെറുപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ 1 ശമൂവേൽ 1:7, അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്ത് പള്ളിയിലോട്ട് ഇറങ്ങുക. ഇറങ്ങുന്ന സമയത്ത് ആണ്ടുതോറും റിമൈൻഡർ വെച്ചിട്ടുണ്ട്. ആ കറക്റ്റ് സമയത്ത് വേണം ഒന്ന് കൊടുക്കാനായിട്ട്. ഒരുങ്ങുന്നതിന് മുമ്പ് പറയത്തില്ല, പ്ലാൻ ചെയ്യുന്ന സമയത്ത് പറയുന്നില്ല. എല്ലാം കെട്ടി ഒരുങ്ങി പോകുന്ന സമയത്ത് എങ്ങോട്ടാ, എന്തിനാ, ഒന്നുമില്ല, ഇതുപോലെ തിരിച്ചു വരും. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരു പദ്ധതി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നാം ദൈവത്തിനോട് ഊവെന്നും ആമേനെന്നും വിശ്വസിച്ചുകൊണ്ട് പറയുവാനുള്ള ധൈര്യവും വിശ്വാസവും നമുക്കുണ്ടെങ്കിൽ അവൻ ആ വേല തികയ്ക്കുവാൻ വിശ്വസ്തനും ശക്തനുമായ ദൈവമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നാം ദൈവം പറയുന്നതുമായിട്ട് നമുക്ക് പൊരുത്തപ്പെടുവാൻ കഴിയുമെങ്കിൽ ഈ യാത്രയിൽ നമുക്ക് സമാധാനത്തോടെ മുന്നേറി ദൈവത്തിൻ്റെതായിട്ടുള്ള വിടുതൽ കാണുവാൻ നമുക്ക് കഴിയും. യഹോവ എൻ്റെ ഗർഭം അടച്ചോ? യഹോവ എൻ്റെ വിവാഹത്തിനൊരു സമയം വെച്ചിരിക്കുന്നുവോ? കർത്താവ് എൻ്റെ ആ കോളേജിലേക്കുള്ള അഡ്മിഷൻ അടച്ചുവോ? ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കാരണം എന്താ? എനിക്കറിയുകയില്ല എന്തുകൊണ്ടെന്നുള്ളത്. എനിക്ക് അറിയാത്തപ്പോഴത്തേക്കും എനിക്ക് 2 തീരുമാനമെടുക്കാം. ഒന്നെങ്കിൽ ദൈവം എനിക്ക് നല്ലതല്ല എന്നുള്ളതും, 2 ദൈവം നല്ലവനായതും നാം തീരുമാനിക്കണം. തിരുവചനം പറയും, നമ്മുടെ ജീവിതത്തിൽ എന്ത് സാഹചര്യങ്ങൾ വന്നാലും ശരി, ദൈവത്തിൻ്റെ സ്വഭാവത്തിന് മാറ്റമില്ല. എബ്രായ ലേഖനം പറയുന്നത്, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ഹല്ലേലൂയ. ഇന്നൊരു പക്ഷെ നിങ്ങൾ കടന്നു പോകുന്ന ചില സാഹചര്യങ്ങളെക്കുറിച്ച്, പ്രത്യേകമായിട്ട് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട പാസ്റ്ററിന്റെ കുടുംബം കടന്നു പോകുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള സാഹചര്യം നമുക്കറിയുകയില്ല പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടെന്നുള്ളത്. എന്നാൽ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ പിതാവിൻ്റെ വലിയ ജ്ഞാനം നിമിത്തം അദ്ദേഹത്തിൻ്റെ ജീവിതം ഈ ഭൂമിയിൽ ഒടുങ്ങിയില്ല. നിത്യനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ അനുഭവത്തിലാകുവാൻ തക്കവണ്ണം കർത്താവ് ഈ ലോകത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ പ്രവൃത്തി ചെയ്തു. ഹല്ലേലൂയ. തൻ്റെ ജീവിതത്തെ നിത്യ ജീവനിലേക്ക് ആയിരിക്കാനായിട്ടുള്ള കൃപ ദൈവം ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നടക്കുമ്പോൾ നമുക്കറിയുകയില്ല എന്തുകൊണ്ടെന്നുള്ളത്. എന്നാൽ ഞാൻ പലപ്പോഴും കാണുന്നതും അവസാനം നമ്മൾ പറയുന്ന കാര്യവും ഇതാ, പിശാച് തിന്മയ്ക്കായിട്ട് ഉദ്ദേശിച്ചത് കർത്താവിൻ്റെ വലിയ ജ്ഞാനത്തിൽ കർത്താവ് അതിനെ വലിയ മഹത്വത്തിനായിട്ട് കാരണമാകും. ഹല്ലേലൂയ. ഇന്ന് ആരെങ്കിലും അപ്രകാരം എനിക്കറിയുകയില്ല എന്തുകൊണ്ട് ഞാൻ ഈ സാഹചര്യത്തോടെ കടന്നു പോകുന്നു എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ ഈ സാഹചര്യത്തോടെ കടന്നു പോകുമ്പോൾ കർത്താവേ, എൻ്റെ ഹൃദയം ഭാരപ്പെട്ട്, എൻ്റെ ഹൃദയം ഏറെ തളർന്ന് ഞാൻ ദൈവത്തെ കുറ്റപ്പെടുത്തിയിരിക്കുന്നെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ. കർത്താവെ, അങ്ങയുടെ നിയന്ത്രണത്തിലുള്ള തീരുമാനങ്ങൾ അങ്ങ് ഏറ്റവും നല്ലതായി ചെയ്യുമെന്ന് ഞാൻ തിരിച്ചറിയുന്നു, ഞാനത് വിശ്വസിക്കുന്നു. ഇന്ന് ദൈവവുമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പൊരുത്തപ്പെടാത്ത കാര്യങ്ങളൊന്ന് പൊരുത്തപ്പെടാൻ തീരുമാനിക്കാമോ?
പൊരുത്തപ്പെടാൻ തീരുമാനിക്കാമോ? ദൈവവുമായിട്ട് പൊരുത്തപ്പെടാൻ തീരുമാനിക്കാമോ? എൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നടക്കുന്നതിനെക്കുറിച്ച് അത് എന്തുകൊണ്ടെന്ന് എനിക്കറിയുകയില്ല. പക്ഷേ ദൈവം വിശ്വസ്തൻ, ദൈവം നല്ലവൻ. എൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങൾ ദൈവം ഏറ്റവും മികച്ച ദൈവജ്ഞാനത്തിൽ തന്നെ എനിക്ക് വേണ്ടി എടുക്കും. ഹല്ലേലൂയ. അതേ സംബന്ധിച്ച് എൻ്റെ ഹൃദയത്തിൻ്റെ പ്രതികരണം ഏറ്റവും നിർമ്മലമാക്കുവാനായിട്ടുള്ള കൃപ എനിക്ക് നൽകണമേ. നിർമ്മലമായിട്ടുള്ള തീരുമാനം, പ്യുവർ ഡെസിഷൻസ്, നിർമ്മലമായിട്ടുള്ള ഹൃദയത്തിൽ നിന്ന് വരുന്ന ദൈവികമായിട്ടുള്ള തീരുമാനങ്ങൾ. എനിക്കറിയുകയില്ല ഇതെന്തുകൊണ്ടെന്ന്, പക്ഷെ ഇപ്പോഴും ഞാൻ തീരുമാനിക്കുന്നു, ദൈവം നല്ലവൻ, ദൈവം നല്ലവൻ, ദൈവം നല്ലവൻ. ദൈവം നല്ലവനാകിയാൽ ഈ സാഹചര്യത്തിലും ഞാൻ തീരുമാനിക്കുന്നു ദൈവത്തെ പുകഴ്ത്തുവാനായിട്ട്. ബ്ലെസ്സഡ് ബി ദ നെയിം ഓഫ് ദ ലോർഡ്. യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എനിക്ക് ഈ ഭൂമിയിൽ എന്ത് സംഭവിച്ചാലും ഞാൻ സ്വസ്ഥതയോടെ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്രമിക്കുന്ന നാളുണ്ടെന്ന് ഞാൻ അറിയുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ നാമത്തെ വാഴ്ത്തുന്നു. താങ്ക് യു ലോർഡ്. സെറ്റിൽ വിത്ത് വാട്ട് ഗോഡ് സേസ്. ദൈവം നിങ്ങളുടെ സീസണെ കുറിച്ച്, ദൈവം നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്, ദൈവം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കുറിച്ച് പറയുന്നതിൽ അതിൽ നിങ്ങൾ സ്വസ്ഥത പ്രാപിച്ചാട്ടെ. അല്ലാതെ പിശാച് പറയുന്നതിലോ മറ്റൊരു വ്യക്തി പറയുന്നതിലോ അല്ല, ദൈവം പറയുന്നതിൽ നിങ്ങൾ സ്വസ്ഥതപ്പെടുവാനായിട്ട് തീരുമാനിച്ചാട്ടെ. അപ്പൊ ഹന്ന എന്ത് ചെയ്തു? 1 ശമൂവേൽ 1:10 പറയുന്നത്, അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു വളരെ കരഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ ഈ ഓട്ടത്തിൽ നാം മുന്നേറുമ്പോൾ 1 കൊരിന്ത്യർ 9:24 പറയുന്നത്, നാം എല്ലാവരും ഒരു ഓട്ടക്കളത്തിലായിരിക്കുന്നു, നാം വിരുദ് പ്രാപിക്കത്തക്കവണ്ണം ഓടണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ ശക്തിയില്ലാതെ നമുക്ക് കഴിയുകയില്ല, കർത്താവിൻ്റെ സഹായമില്ലാതെ നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങൾ വരുമ്പോൾ എന്നെ കൊണ്ട് ഇത് കഴിയുകയില്ല എന്ന് പറയുമ്പോൾ ആദ്യം നാം അന്വേഷിക്കേണ്ടത് എബനേസറിനെയാണ്. ഹല്ലേലൂയ. എന്നെ സഹായിക്കുന്ന പാറയെന്നാ പറയുന്നത്. തെന്നിപ്പോകുന്ന എന്താ നമ്മൾ പറയുന്നത്, ചല്ലിയൊന്നുമല്ല. അല്ലെങ്കിൽ ഞാനൊന്ന് കയറി നിൽക്കുമ്പം ഇളകുന്ന കല്ലല്ല, അത് ബലമുള്ള എന്നെ സഹായിക്കുന്ന ദ സ്റ്റോൺ ഓഫ് ഹെൽപ്പ്, എന്നെ സഹായിക്കുന്ന എൻ്റെ പാറയാ എൻ്റെ കർത്താവ്. അതുകൊണ്ട് നാം എന്ത് പ്രയാസത്തിലൂടെ കടന്നു പോയാലും ശരി, അത് പറയുവാൻ കഴിയുന്നതാണെങ്കിലും ശരി, എനിക്ക് പ്രകടിപ്പിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണെങ്കിലും ശരി, നാം പോകേണ്ടത് ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. ഹല്ലേലൂയ. അവൾ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ശ്രദ്ധിച്ചോണേ, ഞാൻ ഇന്ന് ഹന്നായുടെ ഹൃദയത്തെക്കുറിച്ച് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ ആഗ്രഹിക്കുക. 1 ശമൂവേൽ 1:12 മുതൽ നാം കാണുകയാണ്. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ അവൾ യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാസ്റ്റർ ഏലി അവളുടെ വായ് സൂക്ഷിച്ചു നോക്കി. പാസ്റ്ററും പ്രാർത്ഥിക്കുകയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ പാസ്റ്റർ പിള്ളേരെ കുറിച്ച് നല്ല അഭിപ്രായമൊന്നും അല്ല തിരുവചനത്തിൽ. അതിന് പാസ്റ്റർ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടോ, എല്ലാവരും കരമടിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നത് ചിലപ്പം പാസ്റ്റർ ആയിരുന്നായിരിക്കും, അറിയില്ല. അപ്പം വായ സൂക്ഷിച്ച് നോക്കി. ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. ആകയാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നു എന്ന് ഏലിക്ക് തോന്നിപ്പോയി. അപ്പോൾ ഏലി ചിന്തിക്കുകയാണ്, അമ്മാമ്മയ്ക്ക് വലിയ പ്രയാസം, 2 രാവിലെ അടിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. കാരണം പ്രയാസം സഹിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ ദൈവത്തിലേക്ക് ആശ്രയിക്കാനായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. മറ്റ് ആശ്രയങ്ങളിൽ നാം പോയാൽ അത് നമ്മളെ അടിമയാക്കും. ഞാൻ പല വ്യക്തികളോടും സംസാരിക്കുമ്പോഴത്തേക്കും അവർക്ക് മറ്റു ചില ആസക്തികളോ അല്ലെങ്കിൽ ചില ദുസ്വഭാവങ്ങളോ ഉണ്ടെങ്കിൽ ഞാനിന്ന് അവരെ ജഡ്ജ് ചെയ്യാറില്ല. പക്ഷെ ഞാൻ അവരോട് വ്യക്തമായിട്ട് ഞാൻ പറയും, ഇത് സഹായിക്കത്തില്ല.
അവരുടെ ജീവിതം നാം അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു, ഒരു വേദനയുടെ അനുഭവത്തിൽ നിന്ന്, മുടന്തിക്കൊണ്ട് കാല് വേദനിക്കുന്ന അനുഭവത്തിൽ നിന്ന് ആ ഒരു ക്രച്ച് അല്ലെങ്കിൽ ആ ഒരു വടി എടുത്ത് പിടിച്ച വടി നല്ല വടി അല്ലാതായിപ്പോയി. അപ്പം ഏലി ചിന്തിക്കുന്നത് വീഞ്ഞു കുടിച്ച വിഷമം കാരണം വീഞ്ഞു കുടിച്ച് മത്തയായിട്ട് അവിടെ വന്നിരിക്കുകയാണെന്നാണ് ചിന്തിക്കുന്നത്. എന്നിട്ട് പറയുക, നീ ഇങ്ങനെ എത്ര എണ്ണം അടിക്കും, നിന്റെ വീഞ്ഞൊക്കെ ഒന്ന് അങ്ങ് ഇറങ്ങട്ടെ എന്നാ പറയുന്നു. അതിന് ഹന്ന ഉത്തരം പറഞ്ഞു, അങ്ങനെയല്ല യജമാനെ, ഒന്ന് ചിന്തിച്ചാട്ടെ. ഞാൻ ഈ ഹന്നയുടെ ജീവിതം ഒന്ന് ചിന്തിക്കുക. വളരെ പ്രയാസപ്പെട്ട് ആണ്ടുതോറുമുള്ള വാച്ച് നൈറ്റ് സർവീസിന് വരുക. എങ്ങനെയാ വരുന്നത്? വീട്ടിൽ നിന്ന് തന്നെ ഒരു യുദ്ധം കഴിഞ്ഞാൽ ഇറങ്ങുന്നത്. അവിടെ ഒന്ന് സമാധാനമായിട്ടിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ട് ഒരാൾ നമ്മളെ ഉപദ്രവിക്കാനായിട്ട്. ഇവിടെ വന്നൊന്ന് പ്രാർത്ഥിക്കാൻ നോക്കുമ്പോൾ ദേ പാസ്റ്ററിന്റെ വക. അല്ലെ പ്രാർത്ഥിക്കുവാണോന്നും അല്ല ചോദിക്കുന്നത്, രാവിലെ ഏതാ അടിച്ചതെന്നാ ചോദിക്കുന്നത്. ഹന്ന ഒരുപക്ഷെ തൻ്റെ ജീവിതത്തിൽ പലരും തന്നെ തെറ്റിദ്ധരിച്ചുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയുകയില്ല, താൻ തീരുമാനിച്ചു, ഞാൻ ഇതിൽ എൻ്റെ മനസ്സ് ഇടറുവാൻ ഞാൻ അനുവദിക്കുകയില്ല. പള്ളി മാറാനുള്ള കൺഫർമേഷൻ ആണ് ഇതെന്ന് താൻ ചിന്തിച്ചില്ല. എന്നാലും പാസ്റ്ററെ, ഞാൻ എൻ്റെ സാഹചര്യം പാസ്റ്ററിന് അറിയാമല്ലോ, പാസ്റ്ററിന് ഇങ്ങനെ എങ്ങനെയാ പറയാൻ തോന്നുന്നത്? ഞാനൊന്നുമില്ലെങ്കിലും പ്രാർത്ഥിക്കുന്ന ടീമിലുള്ളതല്ലേ, എന്നോട് ഇങ്ങനെ എന്താ അടിച്ചതെന്ന് ചോദിക്കാൻ പാടുമോ എന്നൊന്നും താൻ പറഞ്ഞില്ല. താൻ തൻ്റെ ഹൃദയത്തിൻ്റെ വേദന താൻ ആ പുരോഹിതനോട് പറയുകയാണ്. യഹോവയുടെ സന്നിധിയിൽ ഞാൻ എൻ്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. എന്നെ ഒരു നീചസ്ത്രീയായിട്ട് വിചാരിക്കരുത്. എൻ്റെ സങ്കടത്തിൻ്റെയും വ്യസനത്തിൻ്റെയും ആധിക്യം കാരണം ഞാൻ സാധാരണ കരയുന്നത് പോലെയും പ്രാർത്ഥിക്കുന്നത് പോലെ അല്ല പ്രാർത്ഥിച്ചത്, ഇച്ചിരി ഒരു ഡിഫറൻ്റ് ആയിപ്പോയെന്നാ പറയുന്നത്. അതിന് ഏലി സമാധാനത്തോടെ പോയിക്കൊള്ളുക, ഇസ്രായേലിൻ്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് ആ സ്ത്രീ തൻ്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു. അതിനുശേഷമുള്ള ഭാഗം ശ്രദ്ധിച്ചാട്ടെ, അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. ഹല്ലേലൂയ. നാം ദൈവത്തിൻ്റെ വിളിയിൽ ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നാം നിർമ്മലമായിട്ട് സൂക്ഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ വിടുതൽ ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് വരും. നാം ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിന്നാകെയില്ല ചിലപ്പോൾ വരുന്നത്. ഹല്ലേലൂയ. തൻ്റെ വിടുതലിൻ്റെ ഇടയ്ക്ക് ഇങ്ങനൊരു ഡയലോഗ് വരുമെന്ന് താൻ ഒരിക്കൽ പോലും ചിന്തിച്ചുണ്ടാകുകയില്ല. എന്നാൽ നമ്മെ അറിയുന്ന ദൈവം, നമ്മുടെ വേദന അറിയുന്ന ദൈവം തക്ക സമയത്ത് ദൈവത്തിൻ്റെ രീതിയിൽ നമ്മുടെ വിടുതൽ നൽകുവാൻ ദൈവം വിശ്വസ്തനാണ്. എന്നാൽ അതിന് എൻ്റെ ആറ്റിറ്റ്യൂഡ്, എൻ്റെ മനോഭാവം അതെനിക്ക് തിരഞ്ഞെടുക്കുവാൻ കഴിയാവുന്നതായതുകൊണ്ട് ദൈവമുമ്പാകെ നിർമ്മലമായി വെക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇപ്രകാരം ഒരു സ്റ്റേറ്റ്മെന്റ്, യുവർ ആറ്റിറ്റ്യൂഡ് ഡിസൈഡ്സ് യുവർ ഓൾട്ടിറ്റ്യൂഡ്. നമ്മുടെ മനോഭാവം, നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ, അത് നമ്മുടെ ഉയരത്തെ തീരുമാനിക്കും. ക്രിസ്തുവിന് ഞാൻ എത്രമാത്രം വിധേയപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്നുവോ അത് ദൈവത്തിന് എന്നെ എത്രമാത്രം എടുത്ത് ഉപയോഗിക്കുവാൻ കഴിയുമെന്നുള്ളത് തീരുമാനിക്കും. അതുകൊണ്ട് നാം ഒരു പ്രയാസത്തിന് സമയം വരുമ്പോൾ ആദ്യം ദൈവത്തിങ്കിലേക്ക് നോക്കണം. സങ്കീർത്തനം 121:1-8 പറയുന്നത്, 1 മുതൽ 8 വരെയുള്ളത് പറയുന്നത്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരുമെന്ന. ഈ സങ്കീർത്തകന് ഒരു സ്വഭാവമുണ്ട്, തന്നെ ചോദ്യം ചോദിക്കും, പിന്നെ തന്നെ ആൻസർ പറയും. കാരണം അത് വളരെ സത്യമാണ്, അത് റിസർച്ച് പോലും പ്രൂവ് ചെയ്യുന്ന കാര്യമാണ്. ദ ഇമ്പാക്ട് ഓഫ് യുവർ ലോൺ ടൈം എന്ന് പറഞ്ഞ്
റിസർച്ചർ വേറെ രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഭാരങ്ങളെ പകരുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ഒരു പകർച്ച, നമ്മെ തന്നെ ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ കാണുവാനായിട്ടുള്ളൊരു കൃപ ദൈവം തരും. അതുകൊണ്ട് ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളെ എവിടെ നിന്നൊരു സഹായം വരും? ഉടനെ പുള്ളി തന്നെ ആൻസർ പറയുക, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങുന്നു. ഇനി താമസിച്ചു പോകുമോ? ഇല്ല. കാരണം എന്താ? നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല, ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ. ഇന്ന് ഇവിടെ ആയിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന, കർത്താവായ എന്നെ പരിപാലിക്കുന്നേ. നമ്മെ പരിപാലിക്കുന്ന നമ്മുടെ കുടുംബാംഗങ്ങളോ ഈ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ മറ്റ് ഒരു വ്യക്തിയോ സഭയോ പാസ്റ്ററോ ഒന്നുമല്ല. നമ്മെ പരിപാലിക്കുന്നത് ദൈവമാണ്. ഹല്ലേലൂയ. എൻ്റെ ദൈവം എന്നെ പരിപാലിക്കുമെങ്കിൽ ഞാൻ ബലത്തോടെ അത് പ്രഖ്യാപിക്കണം, ഞാൻ ബലത്തോടെ അത് വിശ്വസിക്കണം. ഹല്ലേലൂയ. ഗലാത്യ ലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ പറയുന്നത്, സഹോദരന്മാരെ, അപ്പം നമ്മൾ ഇതുവരെ കണ്ടത് എന്താ? നമ്മുടെ വിശ്വാസത്തിൻ്റെതായിട്ടുള്ള വിളി ദൈവം ഓരോരുത്തരും തന്നിരിക്കുന്നു. ആ വിളിയിൽ നമുക്ക് മുന്നേറണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് ദൈവവുമായിട്ടുള്ള ബന്ധം ഒരു അടിസ്ഥാനമാണ്. എന്നാൽ അത് എളുപ്പമല്ല. നാം നമ്മെ കൊണ്ട്, ജോയ്സ് മേയർ പറയുന്നൊരു ഇപ്രകാരം ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഇഫ് യു തിങ്ക് യു ക്യാൻ അച്ചീവ് ദിസ് വിത്ത് യുവർ സ്ട്രെങ്ത്, then that's not from God. നിന്റെ സ്വന്തം ബലത്തിൽ നിന്ന് ഈ കാര്യം നിനക്ക് നേടാമെന്ന് നീ ചിന്തിക്കുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ ദർശനമൊന്നുമല്ല. ദൈവത്തിൻ്റെ ദർശനം എപ്പോഴും ദൈവത്തിൻ്റെ അളവിലുള്ളതായിരിക്കും. അതിന് ദൈവവുമായിട്ടുള്ള ബന്ധം തന്നെ നമുക്ക് വേണം. അതുകൊണ്ട് നമ്മുടെ ആദ്യത്തെ സഹായം എബനേസർ ആയിരിക്കുന്ന ദൈവത്തെയാണ് നാം അന്വേഷിക്കേണ്ടത്. ആ ദൈവം നമ്മെ പരിപാലിക്കും. ഞാൻ ഇന്ന് അടുത്ത ഒരു തലത്തിലേക്ക് ഞാൻ പോവുക. ഗലാത്യ ലേഖനത്തിൻ്റെ 6-1-2 വാക്യങ്ങൾ പറയുന്നത് എന്താ? സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ. ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. ഈ വിളി, ക്രിസ്തീയ ജീവിതം വളരെ പ്രയാസകരമായ രീതിയിൽ ഒരുപക്ഷെ ഉള്ള അനുഭവങ്ങൾ ഉണ്ടാകാം. ഞാൻ കഴിഞ്ഞ തവണ പ്രസംഗിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞത്, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, നല്ല പോർ പൊരുതെന്നാ പറഞ്ഞത്. ചെറിയ നടപ്പൊന്നുമല്ല ഇത്. ഞാൻ നല്ല പോർ പൊരുതെന്നാ പറഞ്ഞത്. എൻ്റെ വിശ്വാസത്തെ ഞാൻ കാത്തു. എൻ്റെ വിശ്വാസം ഞാൻ കാത്തു. ഇങ്ങനെ തുറന്ന് ഏത് വഴി വേണേലും പൊക്കോട്ടെ എന്നൊന്നുമല്ല. എൻ്റെ വിശ്വാസത്തെ കാക്കുന്ന രീതിയിൽ ഞാൻ പൊരുതി എൻ്റെ ഓട്ടം തികച്ചു. അതൊരു എളുപ്പമുള്ളൊരു കാര്യമല്ല. അതിന് ദൈവത്തിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ്. തിരുവചനം പറയുന്നത്, ആരെങ്കിലും ഒന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ആത്മീകരായിരിക്കും നമ്മൾ എന്ത് ചെയ്യണം? യഥാസ്ഥാനപ്പെടുത്തണം. So today I want to talk about 4 types of support. 4 നിലവാരത്തിലുള്ള സഹായം നമുക്ക് അന്യോന്യം ചെയ്യുവാൻ കഴിയുന്നതിനെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. പെട്ടെന്ന് അത് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. തിരുവചനം പറയുന്നത്, ആരെങ്കിലും തെറ്റിപ്പോയാൽ, അവരുടെ ദൈവവുമായിട്ടുള്ള വിളിയിൽ, അവരുടെ ദൈവവുമായിട്ടുള്ള നടപ്പിൽ തെറ്റിപ്പോയി കഴിഞ്ഞാൽ തിരുത്താൻ ആർക്കാ അവകാശം? ബൈബിൾ പറയുന്ന ആത്മീകരായ നിങ്ങൾ എന്നാ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വഴിയിൽ ആരെങ്കിലും തിരുത്തുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്, ഞാൻ ആത്മാവിലാണോ ജഡത്തിലാണോ എന്ന്. അല്ലെങ്കിൽ ഈ വാക്യം വായിക്കുമ്പോൾ പറയണം, ചിന്തിക്കണം, ആത്മീകരായ നിങ്ങൾ, അതെനിക്കുള്ളതല്ല. കാരണം ഞാനും തെറ്റി നടക്കുക. തിരുവചനം പറയുന്നത്, ഞാൻ ആത്മാവിൽ നടക്കുമ്പോൾ ഞാൻ ജഡത്തിൻ്റെ പ്രവൃത്തി നിവർത്തിക്കുകയില്ലെന്നാണ് പറയുന്നത്. അപ്പം ആത്മാവിൽ ഒരു വ്യക്തിയെ യഥാസ്ഥാനപ്പെടുത്തണമെങ്കിൽ അത് ആത്മീയനേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ദൈവത്തിൻ്റെ ദർശനത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ വിളിയെക്കുറിച്ച്, ഈ ദേശത്തെക്കുറിച്ചുള്ള ഭാരമുള്ളവർ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈസ് യുവർ സെൽഫ് കെയർ അബൌട്ട് വാക്കിംഗ് ഇൻ ലോർഡ്.
ക്രിസ്തുവിൽ എൻ്റെ നടപ്പിനെ കുറിച്ച് അതിൽ ഞാൻ ഏറെ താല്പര്യം കൊടുക്കുന്ന വ്യക്തിയായിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ എനിക്ക് സഹായിക്കാൻ കഴിയുകയുള്ളൂ, എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയുക എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഒരുവൻ തെറ്റിലകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയോടുകൂടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവേൻ. തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ? ഈ പ്രാവശ്യമെങ്കിലും ഞാൻ വിചാരിച്ചു നീ ഒരു നല്ല തീരുമാനം എടുക്കുമെന്ന്. എന്തൊരു എൻകറേജ്മെന്റ് അല്ലേ? അതായത് നീ ഇന്നുവരെ എടുത്തില്ല, ഈ പ്രാവശ്യമെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു, അതും ഒത്തില്ല. സൗമ്യതയോടെ, പരിശുദ്ധാത്മാവിൻ്റെ ഫലമാത് സൗമ്യതയോടുകൂടെ യഥാസ്ഥാനപ്പെടുത്തുകയും, അവനെ വട്ടം വരച്ച് പുറത്തു നിർത്താനായിട്ടല്ല, നമ്മുടെ ശ്രമം എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കാൻ പറ്റുമെന്ന യഥാസ്ഥാനപ്പെടുത്തുവാനായിട്ട്. തമ്മിൽ ഭാരങ്ങളെ ചുമപ്പേൻ. 4 kinds of support. The first kind of support is called emotional support. വൈകാരികമായിട്ടുള്ള സഹായം. നാം ഈ യാത്രയിൽ, ക്രിസ്തുവിൻ്റെ വിളിയിൽ ഈ യാത്രയിൽ നാം മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് മാനസികമായിട്ടുള്ള പല പ്രയാസങ്ങളുടെ വ്യക്തികൾ കടന്നു പോകുന്നു. എത്ര പേരുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ പോകുന്നു? കുറച്ച് പേരുണ്ട്, എനിക്ക് നിങ്ങളെക്കുറിച്ച് വലിയ കൊതി തോന്നുന്നു. നിങ്ങൾ കൈ പൊക്കിയിട്ടില്ല, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ശരിയായിട്ട് നടക്കുന്നു. അത് എനിക്ക് ഇഷ്ടമല്ല. നമ്മുടെ ജീവിതത്തിൽ നാം പ്രതീക്ഷിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ നടക്കുന്നത്. അങ്ങനെ നാം പ്രതീക്ഷിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ പോകുമ്പോൾ എന്താ നമ്മുടെ മനസ്സിൽ വരുന്നത്? പറഞ്ഞാട്ടെ, പെട്ടെന്ന് എന്നോട് പറഞ്ഞാട്ടെ. സോറി, എന്താ സംഭവിച്ച? ഷോക്കാണ് ചിലർക്ക്, അല്ലേ? ചിലർക്ക് വിഷമം, ചിലർക്ക് കൺഫ്യൂഷൻ. ഇനി എന്ത് ചെയ്യണം? The first kind of support, സങ്കീർത്തനങ്ങൾ 147. ഈ പറയുന്ന എല്ലാ സപ്പോർട്ടും ഉണ്ടല്ലോ, കർത്താവ് ചെയ്യുന്ന സപ്പോർട്ട്. അത് നമുക്കും ചെയ്യുവാനായിട്ട് ദൈവം കൃപ തരും. സങ്കീർത്തനം 147:3 പറയുന്ന, മനം തകർന്നവരെ അവൻ ശാസിക്കുകയും അല്ല സൗഖ്യമാക്കുകയും. ഇതൊന്നും ചെയ്യാൻ അറിയത്തില്ലേ? മൈൻഡിന്റെ കാര്യങ്ങളൊന്നും ഹാൻഡിലൊന്നും ചെയ്യാൻ അറിയത്തില്ലേ? അങ്ങനല്ല, മനം തകർന്നവരെ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ മക്കളാണ്. ദ ഫസ്റ്റ് കൈൻഡ് ഓഫ് സപ്പോർട്ട് ഇസ് ഇമോഷണൽ സപ്പോർട്ട്. ആരെങ്കിലും ഒരു പ്രയാസം പറയുകയാണെങ്കിൽ ആദ്യം കേൾക്കുക. ഇന്നത്തെ സന്ദേശം വളരെ ലളിതമായി പോയോ എന്ന് എനിക്കൊരു സംശയം. പക്ഷേ ഈ ലളിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ വലിയ അനുഗ്രഹമായി പോകും. നമുക്ക് അനുഗ്രഹമാകാൻ പറ്റുമോ? കേൾക്കാനായിട്ട് പ്രത്യേക കോച്ചിങ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കോച്ചിങ് വേണമെന്നറിയാം, നമുക്കത് വേണേൽ ക്രമീകരിക്കാം. അതിന് ഒരു പഠിത്തവും ആവശ്യമില്ല, കേൾക്കാൻ തീരുമാനിച്ചാൽ മാത്രം മതി. ഈ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നും ഞാൻ അന്നേ പറഞ്ഞതാന്നുള്ളത്, പക്ഷെ അത് പറയരുത്. കേൾക്കുക. അവര് കർത്താവിൻ്റെ സന്നിധിയിൽ അവരുടെ ഭാരങ്ങളെ പറഞ്ഞിട്ട് അവരുടെ വിഷമം തീരാത്തോണ്ടല്ലേ വിളിച്ചത്, അല്ലേ? അപ്പം കേൾക്കുക. കേട്ട് കഴിഞ്ഞിട്ട് അവർക്കും അറിയാം പ്രയാസമാണെന്നും, അബദ്ധം കാണിച്ചാണ് അവർക്കും അറിയാം തെറ്റ് പറ്റിപ്പോയതാന്നുള്ളത്. ചോദിക്കരുത്, നീ എങ്ങനെ ഇങ്ങനെ മണ്ടത്തരം ചെയ്തെന്ന് ഒന്നും ചോദിക്കരുത്. സാരമില്ല. ഇമോഷണൽ സപ്പോർട്ട്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ രാജ്യം വലുതായിട്ട് ആ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഇത് വളരെ പ്രധാനമാണെന്ന് പറയുന്നത്? സദൃശവാക്യങ്ങൾ പറയുന്നത്, എ മാൻ ഇസ് ഹൗ ഹി തിങ്കത്ത് ഹി ഈസ്. അവൻ്റെ കയ്യിലുള്ള പണത്തിനനുസരിച്ച് അവനാകുന്നു എന്നല്ല പറയുന്നത്. അവൻ തന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നുവോ അതുപോലെ അവനാകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ കാര്യങ്ങൾ നമ്മുടെ രീതിയിൽ നടക്കാത്തപ്പം, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയോട് സംസാരിക്കുകയായിരുന്നു. ആ വ്യക്തിക്ക് എല്ലാം വളരെ ക്ലീനായിട്ട് അടുക്കി വെക്കണം, എപ്പോഴും രാവിലെ അടുക്കിയിരിക്കണം. അപ്പം ആർക്കെങ്കിലുമൊക്കെ ആ പുസ്തകമൊക്കെ അങ്ങോട്ടൊന്ന് നീക്കാനൊരു പേടിയാണ്.
കാരണം നീക്കിക്കഴിഞ്ഞാൽ വീടിൻ്റെ ബാലൻസ് മൊത്തം അങ്ങ് പോവും. അപ്പം ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട്, അല്ല അവിടെ ഒരു ചെറിയ പൊടി കിടന്നാൽ ഉണ്ടാകുന്ന ആ വലിയ പ്രശ്നത്തെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ? അപ്പം ആ വ്യക്തി പറയാ, ഞാൻ ചിന്തിക്കുന്നത് അതെൻ്റെ ഒരു എക്സ്പ്രഷനാണ്. ഞാൻ ക്ലീൻ അല്ലാത്തത് കൊണ്ടാണ് അവിടെ ക്ലീൻ അല്ലാത്തത്. അപ്പം ഞാൻ ആലോചിക്കും, ദൈവമേ എൻ്റെ വീട്ടിൽ വല്ലോ വന്നായിരുന്നെങ്കിൽ. ഈ സഹോദരിക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവർ മറ്റൊരു വീട്ടിലായതിനായിട്ട് ഞാൻ ദൈവത്തെ അധികം സ്തുതിക്കുന്നു. ഞാൻ തമാശ പറഞ്ഞോളൂ, പക്ഷെ ഒരിക്കലും ഞാൻ ഫണ്ണാക്കാനല്ല. ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ചിന്ത ഒരുപക്ഷെ നമുക്ക് ഒരു ബന്ധമില്ലാത്ത പോലെ അവർക്കത് വളരെ യഥാർത്ഥമാണ്. അതുപോലെ ചില പരീക്ഷയിലൂടെ പരാജയപ്പെടുമ്പം നമ്മൾ ചിന്തിക്കുക എന്നെ കൊണ്ട് കൊള്ളത്തില്ല എന്ന്. ഞാനെന്ന് പറയട്ടെ, വിജയം എന്ന് പറയുന്നതിന് ഒറ്റ നിർവചനമേ ഉള്ളൂ തിരുവചനത്തിൽ. നല്ലവനും വിശ്വസ്തനുമായിട്ടുള്ള ദാസനെ എന്ന് കേൾക്കാൻ ഒത്തില്ലെങ്കിൽ ഞാൻ പറയാം അത് ഇച്ചിരി പ്രശ്നമുണ്ട്. ബാക്കിയൊക്കെ നമുക്ക് സോൾവ് ചെയ്യാം. നല്ലവനും വിശ്വസ്തനുമായിട്ടുള്ള ദാസനെ എന്ന് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ ഓടാനുള്ള സ്വാതന്ത്ര്യവും കൃപയും ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തീരുമാനം ഇപ്പം എടുത്താട്ടെ. മറ്റെല്ലാ കാര്യങ്ങളും ക്രിസ്തുവിൽ പരിഹാരമുള്ള കാര്യങ്ങളാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആദ്യം ഇമോഷണൽ സപ്പോർട്ട് നൽകുമ്പോൾ നൽകുക മാത്രമല്ല, ഈ ഇമോഷണൽ സപ്പോർട്ട് നമുക്കും ആൾക്കാർ വേണം. എനിക്കൊരു വിഷമം ഉണ്ടെന്ന് പറഞ്ഞ് എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന ആള് ശ്രദ്ധിക്കാൻ കഴിവുള്ള ആളായിരിക്കണം, എന്നെ ജഡ്ജ് ചെയ്യാത്ത ആളായിരിക്കണം. ഞാൻ ഈ കഴിഞ്ഞ 1-2 വർഷങ്ങളിലൂടെ കുറച്ച് കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും എല്ലാം ചെയ്തതിൽ നിന്ന് ഞാൻ തീരുമാനിച്ച അല്ലെങ്കിൽ എടുത്ത പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്, ഞാൻ ജഡ്ജ് ചെയ്യുന്നില്ല. 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഞാൻ ജഡ്ജി അല്ല. ജഡ്ജിക്ക് പോലും വളരെ പ്രയാസപ്പെട്ട സാഹചര്യമാണ്. എല്ലാവരും കൊണ്ടുവരുന്ന തെളിവിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ തീരുമാനം എടുക്കേണ്ടി വരും. പക്ഷേ കൂട്ടിൽ നിൽക്കുന്നത് ഒരു മനുഷ്യനാണ്. ഞാൻ പ്രാർത്ഥിക്കുക, നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്കായിട്ട് എല്ലാ തീരുമാനങ്ങളും ദൈവികമായ തീരുമാനങ്ങളാകട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ആദ്യത്തേത്, ഞാൻ ജഡ്ജി അല്ലാത്തതുകൊണ്ട് ഞാൻ ജഡ്ജ് ചെയ്യുന്നില്ല. രണ്ടാമതായിട്ട്, എനിക്ക് ഈ 360 ഡിഗ്രിയിലുള്ള കാര്യങ്ങളെ കാണുവാനുള്ള കഴിവില്ല. സർവ്വവ്യാപി ദൈവം മാത്രം. അതുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം മാറ്റി ഞാൻ പറയാൻ തുടങ്ങി, എനിക്ക് മനസ്സിലായത് വെച്ച് ഇതൊക്കെയാ എൻ്റെ ചിന്ത, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? സോ ഇമോഷണൽ സപ്പോർട്ട് ഞാൻ എടുക്കുമ്പോഴാണെങ്കിലും കൊടുക്കുമ്പോഴാണെങ്കിലും കേൾക്കുക. രണ്ടാമതായിട്ട്, ജഡ്ജ് ചെയ്യാതിരിക്കുക. മൂന്നാമതായിട്ട്, പലപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് പരിഹാരം നമുക്ക് നൽകാൻ പറ്റത്തില്ല. നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ എന്ന് പറഞ്ഞു. ഒന്ന് പ്രാർത്ഥിക്കാനും കൂടെ കഴിയുമെങ്കിൽ യു ആർ എ ബ്ലെസ്സിങ് ഇൻ ദാറ്റ് ഏരിയ. 3 കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാനിന്ന് പ്രത്യേകമായിട്ട് നിങ്ങളോട് ചോദിക്കുക, നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ ഒരാൾ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ പ്രാർത്ഥിച്ചാട്ടെ, കണ്ടുപിടിച്ചാട്ടെ. ആ വ്യക്തി കേൾക്കുവാൻ കഴിവുള്ള ആളായിരിക്കണം, ജഡ്ജ് ചെയ്യേണ്ട, അതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കാനും കഴിയണം. അതായത് ഞാൻ പറയുന്നതിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം. അതായത് ബ്രദറെ, സിസ്റ്ററെ, ഇത് എൻ്റെ കാര്യമാണ്, പ്രാർത്ഥനാ റിക്വസ്റ്റ് അല്ല. ഇത് എക്ലീസിയിലേക്കുള്ള പോസ്റ്റ് അല്ല, ഇത് എൻ്റെ പ്രൈവറ്റ് ചാറ്റാണ്. ദിസ് ഇസ് നോട്ട് എ പ്രയർ റിക്വസ്റ്റ്. പ്രയർ റിക്വസ്റ്റ് ഐ റിയലി അപ്രീഷിയേറ്റ്, ഒരു കുഴപ്പമില്ല. രണ്ടിനും അതിൻ്റെ സ്ഥാനങ്ങളുണ്ട്. സോ ദ പേഴ്സൺ ഹാസ് ടു ബി കോൺഫിഡൻഷ്യൽ. ആ വ്യക്തി നമ്മുടെ കാര്യങ്ങളെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം. രണ്ടാമത്തത് ഇൻഫർമേഷൻ സപ്പോർട്ട്. ആദ്യം ഇമോഷണൽ സപ്പോർട്ട് കഴിഞ്ഞു, രണ്ടാമത് ഇൻഫർമേഷൻ സപ്പോർട്ട്. എന്താ ഇൻഫർമേഷൻ സപ്പോർട്ട്? യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം പറയുന്നത് എന്താണ്? നിങ്ങൾ ഒരുവന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭർഷിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. എൻ്റെ പേരൻറ്റിങ്ങിൽ, എൻ്റെ വിവാഹത്തിൽ, എൻ്റെ ജോലിയിൽ, ഇന്നലെ നമ്മൾ ഫെയ്ത്ത് അറ്റ് വർക്ക് എന്നുള്ള വർക്ക്ഷോപ്പ് ചെയ്തു. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള എൻ്റെ മണ്ഡലങ്ങൾ എനിക്ക് എൻ്റെ ദൈവവിളിയിൽ മുന്നേറുവാനായിട്ട് സഹായകരമായിരിക്കുന്ന ജ്ഞാനം തരാൻ കഴിവുള്ള ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അതെനിക്ക് അനുഗ്രഹമാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള മേഖലയിൽ അങ്ങനെയുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു ഇൻഫർമേഷൻ സപ്പോർട്ട് ആകട്ടെ.
നിങ്ങൾ കെയർ സെൽ ലീഡർ ആണെങ്കിൽ, അല്ലെങ്കിൽ കെയർ സെല്ലിൽ ഒരു ഒരു വ്യക്തിയാകുന്നെങ്കിൽ വചനത്തെക്കുറിച്ചുള്ള ഒരു സംശയമുണ്ടെങ്കിൽ, ഇതാ എനിക്ക് അറിയുന്നത്. ഇൻഫർമേഷൻ സപ്പോർട്ട്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന അറിവ് അത് ഏത് മേഖലയിൽ വേണമെങ്കിലും ആകട്ടെ. ഞാൻ പല അമ്മമാരോട് സംസാരിക്കുമ്പോഴത്തേക്കും അവരെ ഗൈനക്കോളജിസ്റ്റുകൾ ഹെൽപ്പ് ചെയ്ത ഒരു രീതിയുണ്ട്, പക്ഷേ അവർക്ക് തൊട്ട് മുമ്പ് അമ്മമാരായിരിക്കുന്നവർ അവരെ ഹെൽപ്പ് ചെയ്ത വേറെ ഒരു രീതിയുണ്ട്. അതെ, ഇങ്ങനെ മടക്കി വെച്ചാൽ മതി, അതെ ആ കുപ്പി ഇങ്ങനെ ചരിച്ച് പിടിച്ചാൽ മതി, അതെ, there are some special information, അല്ലേ? So have people in your information support area. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം വിളിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ മറ്റു പ്രിയപ്പെട്ടവർക്ക് ഒരു ജ്ഞാനത്തിൻ്റെ ഒരളവ് ദൈവം കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കത് ഉപയോഗിക്കാൻ പറ്റുമോ? The third thing is instrumental support. മറ്റുള്ളവരുടെ മുന്നേറ്റത്തിന് എനിക്ക് എന്തെങ്കിലും ഒരു സഹായകമാകാൻ പറ്റുമോ? ഞങ്ങളുടെ വീട്ടിലെ നിർണായകം ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് സപ്പോർട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് സഹായിക്കുന്ന ഞങ്ങളുടെ ചേച്ചി. ഞങ്ങളുടെ ദൈവവേലയ്ക്ക് ആ ദൈവവേലയുടെ വലിയ ഒരു പങ്ക് എനിക്ക് ഉറപ്പാണ് ചേച്ചിക്ക് കിട്ടും. രാവിലെ 6:30 വരും. ആരും കുശുമ്പ് കാണിക്കുന്നത്. ഡീറ്റെയിൽസ് പറയണോ സോണ? പറയാല്ലേ? ഇത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് നമ്മുടെ ഈ കൾച്ചറിൽ നിന്ന് എനിക്കറിയാം. ഒത്തിരി ഡീറ്റെയിൽസ് റാഞ്ചിക്കൊണ്ട് പോകുന്നൊക്കെയാണ് പലരും പറയുന്നത്. രാവിലെ 6:30 വരും. ആ ചായ തൊട്ട് ഞങ്ങൾ തുടങ്ങും. ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, ലഞ്ച്, ഡിന്നർ എല്ലാം ക്രമീകരിച്ച്, അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റു ചില കാര്യങ്ങൾ ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുവാൻ ഞങ്ങൾക്ക് കഴിയും. നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിൽ എങ്ങനെ ഒരു ഇൻസ്ട്രുമെൻ്റൽ സപ്പോർട്ടാകാൻ കഴിയുന്നത്? ഒരു ഡ്രൈവ് ചെയ്ത ഒരാളെ സഭയിലേക്ക് കൊണ്ടുവരുന്നതാണോ? അല്ലെങ്കിൽ പ്രസംഗിക്കുന്നതിന് മുമ്പ് എനിക്ക് ചേച്ചി കുറച്ച് ഗ്രീൻ ടീ ചൂടോടെ ഇട്ട് തരും. ആ തൊണ്ടയുടെ സുഖത്തിലാണ് ഞാൻ വന്ന് ശുശ്രൂഷിക്കുന്നത്. അതൊരു ഇൻസ്ട്രുമെൻ്റ് സപ്പോർട്ടാണ്. തിരിച്ച് ഇവിടുന്ന് പോകുമ്പോഴത്തേക്കും ആരെങ്കിലും നിങ്ങൾക്ക് ഭവനത്തിലാക്കാനൊരു ഓപ്ഷനുണ്ടോ? അന്യോന്യം ഭാരങ്ങളെ ചുമപ്പിൻ. മറ്റുള്ള വ്യക്തിക്കുള്ള കഴിവ് കൊണ്ടല്ല, ദൈവം എനിക്ക് തന്നിരിക്കുന്ന 5 അപ്പവും 2 മീനും കൊണ്ടും can I be an instrument support? എനിക്ക് ദൈവത്തിൻ്റെ ഉപകരണമായിട്ട് അവരുടെ ജീവിതത്തിൽ അവരെ സഹായിക്കാൻ പറ്റുമോ? ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ്, ആൻഡ് നമ്മൾ തിരുവചനം ഇതിൻ്റെ വാക്യം ഞാൻ പറയേണ്ട ആവശ്യമില്ല, കാരണം തിരുവചനം മുഴുവൻ ഇതാ. കർത്താവ് ഇസ്രായേൽ മക്കൾക്ക് മന്ന കൊടുത്തു. കെരീത്ത് തോട്ടിലേക്ക് കാക്കയായിരുന്നു ഇൻസ്ട്രുമെന്റ് സപ്പോർട്ട്. കാക്ക വഴി കൊടുത്തു. ചില ആൾക്കാർ ഉപദേശം നോക്കി ആ സഭയിലേക്ക് വരും. തീർച്ചയായിട്ടും ഉപദേശം നോക്കണം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ സഭ ചൂസ് ചെയ്യുമ്പം ഉപദേശം മാത്രമല്ല, ഇവിടെയുള്ള നേതൃത്വത്തോടും ഈ കുടുംബത്തോടും കൂടെ യാത്ര ചെയ്യാനായിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയും, സോണ, നമ്മുടെ കുടുംബക്കാരെ കാണുന്നതിനേക്കാൾ കൂടുതലാണ് നമ്മൾ പള്ളിയിലെ എല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം മോർണിംഗ് ഓൾഡർ, മറ്റേ ദിവസം റിവൈവൽ നൈറ്റ്, അത് കഴിഞ്ഞ് ഞായറാഴ്ച, പിന്നെ അത് കഴിഞ്ഞൊരു ബർത്ത്ഡേ ഫംഗ്ഷനായി, അല്ലെങ്കിൽ സഭയിലെ ആൾക്കാരുമായിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ യാത്രയിൽ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട വ്യക്തിക്ക് ഹൗ കെൻ ഐ ബി ആൻ ഇൻസ്ട്രുമെന്റ് സപ്പോർട്ട്? എൻ്റെ പക്കലുള്ള എന്തുണ്ട്? സമയമാണോ? ഒരു വണ്ടിയാണോ? ഡ്രൈവ് ചെയ്ത് കൊടുക്കാനായിട്ടാണോ? പണമാണോ? ഐ വോണ്ട് ടു മേക്ക് എ ഡിഫറൻസ്. ഞാൻ ജീവിച്ച് ഇവിടെ നിന്ന് മാറിപ്പോകുമ്പോഴത്തേക്കും ഒരിക്കലും ഈ ഭൂമി ഞാൻ വരുന്നതിന് മുമ്പുള്ളതുപോലെ ആവാൻ പാടില്ല. ദർ ഹാസ് ടു ബി എ ഡിഫറൻസ്. ഈ ടീമുകളെ എല്ലാം പരിശീലിപ്പിക്കുന്ന സമയത്ത് നമ്മളൊരു ചോദ്യം ചോദിക്കാറുണ്ട്. ഈ ടീം ഇല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോ? അതിൻ്റെ ഉത്തരം ഇല്ല എന്നാണെങ്കിൽ എന്നാൽ പിന്നെ വേണ്ട. കാരണം ഈ ടീം ഉണ്ടാവേണ്ടത് എന്തെങ്കിലും നടത്താൻ വേണ്ടിയാണ്.
അതേപോലെ കർത്താവ് ദൈവത്തിൻ്റെ പദ്ധതിയിലും വിളിയിലും മുന്നേറി ദൈവരാജ്യത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ആകയാൽ നമ്മുടെ പക്കലുള്ളത് കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു അനുഗ്രഹമാകാൻ ചെയ്യുന്നത്. ദ ഫോർത്ത് തിങ് ഇസ് കമ്പാനിയൻ സപ്പോർട്ട്. യോഹന്നാന്റെ സുവിശേഷം 15:15 പറയുന്നത്, ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടത് എല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. ചിലർക്കൊരു പക്ഷേ ഇമോഷണൽ സപ്പോർട്ടൊന്നും ചെയ്യാൻ അറിയത്തില്ല. ചിലർക്ക് ഒത്തിരി ഇൻസ്ട്രുമെന്റ് സപ്പോർട്ട് കൊടുക്കാൻ ഒന്നുമില്ല കയ്യിൽ. നിങ്ങൾ ചിന്തിക്കാം, ഞാൻ ഒരുപാട് പഠിച്ചിട്ടൊന്നുമില്ല, ഒന്നും പറഞ്ഞു കൊടുക്കാനില്ല. ജസ്റ്റ് ബി എ ഗുഡ് ഫ്രണ്ട്. ഞാനൊരു റിയൽ ലൈഫ് സിറ്റുവേഷനും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. ജപ്പാനിലൊരു പുള്ളി ഉണ്ടായിരുന്നല്ല ഉണ്ട്. ഒരു വാട്സാപ്പ് പോസ്റ്റായിട്ട് കിട്ടിയ വളരെ ഇപ്പോഴും നടക്കുന്നൊരു കാര്യമാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വലിയൊരു ശക്തി എന്താന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയനാണ്. വെറുതെ ഇരിക്കാൻ ഒരു പ്രത്യേക കൃപ. വെറുതെ ഇരിക്കാൻ. അങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് പുള്ളി ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നൊരു സാധനം എല്ലാവരും പറഞ്ഞു, ഞാൻ വെറുതെ ഇരിക്കല്ലേ, അങ്ങ് വെറുതെ ഡൗൺലോഡ് ചെയ്തേക്കാന്ന് വിചാരിച്ച് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും എന്തൊക്കെയോ പോസ്റ്റ് ഇടും. അപ്പോൾ പുള്ളിയുടെ ഫോട്ടോ എടുത്തിട്ട് ഒരു പോസ്റ്റ് ഇട്ടു, എനിക്ക് വെറുതെ ഇരിക്കാൻ വലിയ ഇഷ്ടമാണ്, ആർക്കെങ്കിലും എന്നെയും കൊണ്ട് വല്ല ഉപയോഗവുമുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഒരുപാട് പോസ്റ്റുകൾ വരുന്നു. പിന്നെ പുള്ളി അപ്പോയിൻമെൻ്റായി. ഇപ്പം പുള്ളിയുടെ 1 മണിക്കൂറിന് $70. എന്തിനാ ആൾക്കാർ പുള്ളിയെ വിളിക്കുന്നറിയാമോ? മോനെ, എൻ്റെ വീട്ടിൽ ആരുമില്ല, ഒന്ന് വന്നിരിക്കും മോനെ. വളരെ ഭയാനകമായിട്ടുള്ള ഏകാന്തതയുടെ ചിത്രമായത് കാണിക്കുന്നത്. ചിലർ അദ്ദേഹത്തെ വിളിക്കുന്നത് എന്തിനാണെന്നറിയാമോ? മോനെ, ഞാൻ പോവാ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ടാറ്റ കാണിക്കാമോ? മോനെ, എൻ്റെ ബർത്ത്ഡേയാ, ഞാൻ നല്ല കറി ഉണ്ടാക്കിയിട്ടുണ്ട്, മോൻ വാ വന്ന് കഴിക്കുക. യു ക്യാൻ ബി എ ഗ്രേറ്റ് കമ്പാനിയൻ. ഇറ്റ് മേക്സ് എ ഡിഫറൻസ്. നല്ല ഒരു സുഹൃത്താകാൻ നിങ്ങൾക്ക് കഴിയും. ഇന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ച് ഞാൻ അവസാനിപ്പിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് ചോദിക്കാം, നാം ഒന്നിച്ച് യാത്ര ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ ഈ മേഖലയിൽ ആൾക്കാരുണ്ടോ? ഇല്ലെങ്കിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ദൈവത്തോട് ചോദിച്ചാട്ടെ, കർത്താവേ, എനിക്ക് ഈ എല്ലാ കാറ്റഗറിയിലും ഒരാളെ തരണേ. അതോടൊപ്പം തന്നെ കർത്താവേ, എനിക്കും ഇങ്ങനെ അനുഗ്രഹമാകാനായിട്ട് എന്നെ സഹായിക്കണമേ. ഇമോഷൻ സപ്പോർട്ട് തരുന്നതോട് ഒരു പക്ഷേ ഇൻഫർമേഷൻ ചോദിച്ചാൽ ശരിയാവത്തില്ല. നാം അത് മനസ്സിലാക്കി ചെയ്യണം. പക്ഷേ ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നത്, കർത്താവ് നമ്മുടെ ഏറ്റവും വലിയ സഹായമാണ്. ദൈവത്തിൻ്റെ ആഗ്രഹം നാം ഈ യാത്രയിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കണം. ഈ യാത്ര ക്രിസ്തുവോടുകൂടെ നാം ഒന്നിച്ച് കുടുംബമായി യാത്ര ചെയ്യേണ്ടതാണ്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, we want to thank you Lord. We want to thank you Lord. കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഇന്ന് എബനേസർ ആയിരിക്കുന്ന ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങൾക്കൊരുപക്ഷെ എന്ത് ചെയ്യണമെന്നറിയാതെ എത്രയോ സാഹചര്യങ്ങളിൽ കർത്താവ് ഞങ്ങളുടെ ബലമായി, കർത്താവ് ഞങ്ങളുടെ ആശ്വാസമായി, കർത്താവ് സ്നേഹമായി കടന്നു വന്ന് ഞങ്ങളുടെ ജീവിതത്തെ ബലപ്പെടുത്തി. അതിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവ് ഞങ്ങളോട് ഇന്ന് ഇടപെട്ടതുപോലെ ഹന്നായുടെ ഹൃദയം പോലെ ഞങ്ങൾ ചോദിക്കുന്നു, കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ അങ്ങേക്ക് എടുക്കണമെങ്കിൽ അങ്ങ് എടുത്താട്ടെ. അതിനോട് നിർമ്മലമായി പ്രതികരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. അതിനുള്ള തീരുമാനം എടുക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് തരണമേ. കർത്താവേ, ഞാനിത് പ്രാർത്ഥിക്കുന്നു, ഇവിടെ ആയിരിക്കുന്ന ദൈവജനത്തിന്മേൽ എബനേസർ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ സഹായം തക്ക സമയത്ത് സംഭവിക്കട്ടെ. എന്നെ സഹായിക്കുവാൻ ആരുമില്ല എന്ന് കരുതുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് വരുവാൻ സാധ്യം എന്ന് വിശ്വസിക്കാമോ? കർത്താവെ, വിശ്വസിക്കുന്നവരിലേക്ക് അത് വ്യാപരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതുപോലെ തന്നെ കർത്താവെ, അനേകരുടെ ജീവിതത്തിൽ അങ്ങയുടെ സ്വഭാവമായിക്കൊണ്ട്
സഹായിക്കാനായിട്ടുള്ള കൃപ അങ്ങ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നല്ലോ. കർത്താവേ, ഞാനൊന്ന് പ്രാർത്ഥിക്കുന്നു, വേദനിക്കുന്ന അനേകരുടെ മുറിവുകളെ കെട്ടുവാനായിട്ട് പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം. മനം തകർന്നവരെ ആശ്വസിപ്പിക്കുവാനായിട്ട് കൃപ തരണം. പരിശുദ്ധാത്മാവ് എന്നെ നിലാന്തി എന്നുള്ള പേർ കാണിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു അനേകരുടെ മുറിവുകളെ വെച്ച് കെട്ടുവാൻ തക്കവണ്ണം കർത്താവ് താങ്കളെ ഉപയോഗിക്കും. അനേക ഹൃദയങ്ങളെ സൗഖ്യമാക്കുവാൻ, മനസ്സിനെ സൗഖ്യമാക്കുവാനായിട്ട് കർത്താവ് ഉപയോഗിക്കും. ഹല്ലേലൂയ. സ്നേഹ എന്നുള്ള പേർ ഞാൻ ആത്മാവിൽ കേൾക്കുന്നു. കർത്താവ് ഒരു വലിയ ഇമോഷണൽ സപ്പോർട്ടായിട്ട് താങ്കളെ ഉപയോഗിക്കും. കർത്താവ് താങ്കളുടെ പ്രാർത്ഥനകൾ കേട്ട് യഹോവ താങ്കളെ ഓർത്തിരിക്കുന്നു എന്നുള്ള വാക്യം താങ്കൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ആത്മാവിൽ കേൾക്കുന്നു. താങ്ക് യു ലോർഡ്. കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ യാത്രകൾ മാത്രമല്ല, എന്നാൽ ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്ന പ്രിയപ്പെട്ടവരുടെ യാത്രയെ എങ്ങനെ ഒരു അനുഗ്രഹമായിരിക്കാമെന്ന് ചിന്തിക്കുന്നവരാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങൾ ഓരോരുത്തരെയും ഈ വരും നാളുകളിൽ ശക്തമായി ഉപയോഗിക്കണമേ എന്ന് ഞങ്ങൾ ചോദിക്കുന്നു. അങ്ങനെ അനേകരുടെ യാത്രകളിലുള്ള ദൈവപ്രവൃത്തിയുടെ പ്രതിഫലം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ചോദിക്കുന്നു. കർത്താവ് ഇത് ചെയ്യുകയാൽ നന്ദി. എല്ലാ മാനവും മഹത്വവും പുകഴ്ചയും യേശുക്രിസ്തുവിന് മാത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.